പിൻട്രസ്റ്റ് ലുക്സിലുള്ള കേക്ക്സൊക്കെ കാണാൻ പ്രത്യേകതരം ഭംഗിയാണല്ലേ. അപ്പം അങ്ങനത്തെ കേക്ക്സൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഔട്ട്പുട്ട് എത്ര ഫോട്ടോ എടുത്താലും മതിയാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് പിൻട്രസ്റ്റ് ലുക്കിലുള്ള കേക്ക്സ് ചെയ്തൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ റെഫറൻസ് പിക്ചറും ഔട്ട്പുട്ടും ഇവിടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൽ ആദ്യത്തേത് ഈ ഒരു കേക്കായിരുന്നു കേട്ടോ. കസ്റ്റമർ റെഫറൻസ് പിക്ചർ അയച്ചു തന്നിരുന്നു. അപ്പം ഈ ഒരു ലുക്കിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ ഡിഫറൻസ് ഒക്കെ ഷുഗർ ബോൾസിൻ്റെ സൈഡിൽ കൊടുത്തിട്ട് റൈറ്റിംഗ് ഒക്കെ കസ്റ്റമർ പറഞ്ഞ പോലെ എഴുതിയിട്ട് ഈ ഒരു ലുക്കിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. രണ്ടാമത്തെ കേക്കിൽ കസ്റ്റമർ റെഫറൻസ് പിക്ചർ ഒന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് ബെറീസ് ടോപ്പിൽ ആഡ് ചെയ്യണമെന്ന് മാത്രമായിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് നോക്കിയപ്പം കിട്ടിയ ഒരു ഡിസൈൻ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കേക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. ഈ കേക്ക് കസ്റ്റമർ റെഫറൻസ് പിക്ചർ അയച്ചു തന്നതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്ത് വന്നപ്പം റെഫറൻസ് പിക്ചറിലുള്ളത് പോലെ മെസ്സി ലുക്കായിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും ഈ ഒരു കേക്ക് ഒരു പ്രത്യേകതരം ഭംഗി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത് കസ്റ്റമർക്കും ഭയങ്കര ഇഷ്ടമായി. അടുത്ത കേക്ക് ആനിവേഴ്സറിക്ക് വേണ്ടി ചെയ്ത കേക്കായിരുന്നു. അതും കസ്റ്റമർ ഡിസൈൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഡിസൈനിൽ ചെയ്തെടുത്തതാണ് കേട്ടോ ഈ ഒരു ലുക്ക്. അതിലേക്ക് ഒരു ആനിവേഴ്സറി ടോപ്പറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിൻട്രസ്റ്റ് ലുക്കിലുള്ള കേക്ക്സ് ചെയ്യുമ്പം എനിക്ക് തോന്നിയത് കുറച്ച് ഹൈറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു അടുത്ത കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കുറച്ച് ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ചിട്ട് ചെയ്ത കേക്കാണ്. ഇതും കസ്റ്റമർ റെഫറൻസ് പിക്ചർ അയച്ചു തന്നിട്ടുണ്ടെങ്കിലും കളറൊന്നും നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കേക്ക് ഈ ഒരു ലുക്കിലുള്ളതായിരുന്നു. അത് ഞാൻ ഈ ഒരു ലുക്കിലേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏത് കേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമായ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ.